ഇന്ത്യ വേഴ്സസ് അയർലൻഡ് ഫസ്റ്റ് T20 34 റൺസിലാണ് ഇന്ത്യ തോറ്റത്. കളി തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ ജയിക്കുമോ എന്ന രീതിയിൽ ആരും സംശയിച്ചിരുന്നില്ല. കാര്യം എപ്പോഴും സൂര്യവംശി കളിക്കുകയോ ഇല്ല എന്നായിരുന്നു എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. കാരണം ഇന്ത്യ തോക്കുമെന്ന് ചിലപ്പം അയർലൻഡ് പോലും വിചാരിച്ച് കാണത്തില്ല. ആ രീതിയിലായിരുന്നു നിന്നത്. കാരണം വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് മാച്ചായിരുന്നു. അപ്പോൾ ശരിക്കും ഭയങ്കര ലാഭത്തോടെയാണ് എല്ലാവരും വന്നായിരുന്നത്. പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് അയർലൻഡ് ജയിച്ചു. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വൻ പരാജയം എന്ന് പറയാം എല്ലാവരും. കാരണം ബാറ്റിങ്ങിലാണെങ്കിലും ബോളിംഗ് ആയാലും മൊത്തം പരാജയമായിരുന്നു. മെയിനായിട്ട് ബോളിങ് പ്രസിദ്ധ് കൃഷ്ണ പുള്ളിനെ അടിച്ച് പഞ്ഞി കിട്ടുമെന്ന് വേണമെങ്കിൽ പറയാം. മെയിനായിട്ട് പുള്ളി ബോൾ ചെയ്ത ഓവേഴ്സ് എല്ലാം തന്നെ വൻ പരാജയമായിരുന്നു. പുള്ളി നാല് ഓവറിൽ 57 റൺസാണ് പുള്ളി കൊടുത്തത്. പിന്നെ പറയുവാണെങ്കിൽ വാഷിങ്ടൺസ് ഉണ്ട്, ഒരു ഓവർ എറിഞ്ഞെങ്കിലും 19 റൺസാണ് പുള്ളി കൊടുത്തത്. പിന്നെ ബാറ്റിങ്ങിലാണെങ്കിലും മെയിനായിട്ട് ആരും തന്നെ കാര്യമായിട്ട് പെർഫോം ചെയ്തില്ല. ആകെ അഭിഷേക് ശർമ്മ മാത്രം ഒരു 50 അടിച്ചു, അതേ പറയാനുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ ഒന്നിനു പകരം ഒന്നാകെ ഔട്ടാകുമായിരുന്നു. എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയത്തില്ലാത്ത രീതിയിൽ പവർ പ്ലേയിലൊരു 67 റൺസോളം ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ഈസി ആയിട്ട് ചേസബിൾ സ്കോറായിട്ട് തോന്നി. കാരണം അഭിഷേക് ശർമ്മ ഭയങ്കര ഫ്ലൂയിഡായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ബാക്കിയുള്ളവർ വന്ന് ഫിനിഷ് ചെയ്യും എന്നൊരു കാൽക്കുലേഷനാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നെ കുറേ ഓൾറൗണ്ടറെ ഫില്ല് ചെയ്യാനാണ് ടീം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണോ അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ വാഷിങ്ടൺ സുന്ദറിനെയൊക്കെ മാറ്റിയിട്ട് രവി ബിഷ്ണോയിയോ എല്ലാം ക്യാപ്റ്റനായിരുന്നു സ്പിന്നറായിട്ട്. അടുത്ത കളിയിലെങ്കിലും അങ്ങനെയെങ്കിലും ചേഞ്ച് പറ്റുമെന്ന് നോക്കാം. പിന്നെ പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് നല്ല തല്ല് കിട്ടിയിട്ടുണ്ട്. അവന് പകരം വല്ല പ്രിൻസ് യാദവിനെ കയറ്റുമോ അങ്ങനെ വല്ലതും നോക്കുമെന്ന് നോക്കാം. മൊത്തത്തിൽ പാളിപ്പോയി എന്ന് വേണം പറയാം. ആരും എന്താ പറയുക, അയർലൻഡ് ജയിക്കുമെന്ന് പോലും വിചാരിച്ച് കാണത്തില്ല. ശരിക്കും അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്.